കൊടുങ്ങല്ലൂർ കനോലി കനാലിലെ മണൽ ഖനനത്തെ തുടർന്ന് വീട് തകർന്നു. മലേശ്വരം വയലാറിന്റെ ഒലവക്കോട് മുസ്തഫ കമാലിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത്. അപകട ഭീഷണിയെ തുടർന്ന് ഇവിടേക്ക് വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബം വീടൊഴിഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും ഡ്രഡ്ജർ ഉപയോഗിച്ച് വൻതോതിൽ മണലെടുപ്പ് നടക്കുന്നുണ്ട്. വലിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള പ്രകമ്പനവും നീരൊഴുക്കും മൂലമാണ് വീട് പൂർണ്ണമായും വിള്ളൽ വീണ് തകർന്നതെന്ന് വീട്ടുടമ പറഞ്ഞു. ജനപ്രതിനിധികളോട് പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ മണ്ണ് പുഴയുന്ന മണ്ണും ഇതൊക്കെ വെള്ളമൊക്കെ അടിച്ച് കയറ്റുന്നതിൻ്റെ ഇതിലെ ഉറവ് കുഴഞ്ഞായിട്ടാണ് ഈ വീടിന് ഈ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടുണ്ടതിൻ്റെ 2 ഇരട്ടി മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരിങ്ങനെ മണ്ണ് എടുത്തു കൊണ്ടുപോയിട്ട് വിറ്റ് കാശായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഉറവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് മണ്ണ് കിളുത്തിട്ട് അടിത്തറ അങ്ങോട്ട് താഴോട്ട് പോയി. കംപ്ലീറ്റ് കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയിലും പോലീസ് സ്റ്റേഷനിലും വില്ലേജ് ഓഫീസിലും കൊടുത്തിട്ടുണ്ട് പരാതി. മാസങ്ങളായി തുടരുന്ന മണലെടുപ്പ് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രദേശവാസികൾ എതിർപ്പ് ശക്തമാക്കുമ്പോൾ ഇടം മാറ്റി മണലെടുപ്പ് തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.